അങ്ങനെ മാച്ച് വീക്ക് 33 കഴിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് 5 പൊസിഷൻ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബാറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ന്യൂകാസിലാണ്, 59 പോയിൻറ്റ്സ്. ഈ പറയുന്ന ന്യൂകാസിൽ 33 ഗെയിം കളിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്നത് മാൻ സിറ്റിയാണ്, 58 പോയിൻറ്റ്സ്. അതിൻ്റെ തൊട്ട് താഴെ ജോയിൻറ്റ് പൊസിഷൻ, അതായത് പോയിന്റ് നിലയിൽ ജോയിൻറ്റ് പൊസിഷനിൽ 3 ടീമാണ് ഉള്ളത്. ചെൽസി, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ആസ്റ്റൺ വില്ല. അതിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ ഇപ്പോഴും 1 ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ ടോട്ടൻഹാം വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് നാളെ കളിക്കാൻ പോകുന്നത്. അത് ജയിക്കുകയാണെങ്കിൽ എഗെയിൻ ഈ പറയുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3-ാം സ്ഥാനത്തേക്ക് പോകും വിത്ത് 1 പോയിന്റ് ക്ലിയർ ന്യൂകാസലുമായിട്ട്. ഇങ്ങനെ വളരെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പ് 5 റേസ് ആണ്. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മാച്ച് വീക്ക് 33 നടന്ന ഇമ്പോർട്ടൻറ്റ് മാച്ചസിനെ പറ്റി നോക്കാം. ലിവർപൂളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവർക്കിനി ഒരു മാച്ചും കൂടെ ജയിച്ചാൽ മതി പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാവാൻ. അവർ ലെസ്റ്റർ സിറ്റിനെ 1-0 എന്ന നിലയിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. ലെസ്റ്റർ സിറ്റിക്ക് 90 മിനിറ്റ്സിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ലെസ്റ്റർ സിറ്റിയുടെ ആകെ കൊള്ളാവുന്ന ഒരു അറ്റംപ്റ്റ് പോസ്റ്റിൽ തട്ടിയിട്ട് പോവുമായിരുന്നു. 1-0 എന്ന സ്കോർ ലൈൻ എന്ന് പറയുന്നത് വളരെ അണ്ടർ റേറ്റഡ് സ്കോർ ലൈനാണ്. ഈസി ആയിട്ട് ഒരുപാട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു ലിവർപൂളിന്. ആ ഗെയിം എന്തോ ഒരു ഫിനിഷിംഗ് ടച്ച് കിട്ടിയില്ല. അതുമാത്രമല്ല, അത്യാവശ്യം നന്നായിട്ടാണ് ലെസ്റ്റർ സിറ്റി ഡിഫെൻഡ് ചെയ്തതും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അറ്റാക്ക് ലെസ്റ്റർ സിറ്റിക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഈ ഗെയിമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലിവർപൂളിൻ്റെ ആകെയുള്ള ഒരു ഗോൾ ട്രെൻഡിൽ നിന്നായിരുന്നു. ട്രെൻഡ് ആണെങ്കിൽ ഷർട്ടൊക്കെ ഊരിയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത് പാഷനേറ്റ് ആയിട്ട് ലിവർപൂൾ ഫാൻസിൻ്റെ മുന്നിൽ. ഇത്രയ്ക്ക് പാഷനേറ്റ് ഉള്ള ഒരാൾ എന്തിനാണ് ലിവർപൂളിനെ വിട്ടിട്ട് റിയൽ മാഡ്രിഡിലേക്കൊക്കെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സെലിബ്രേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രെൻഡ് ഇവിടെ തന്നെ തുടരാൻ സാധ്യത കൂടുതലാണ് എന്ന്, അതായത് ലിവർപൂളിൽ തന്നെ തുടരാൻ സാധ്യത കൂടുതലാണെന്ന്. വളരെ പാഷനേറ്റീവായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു. അതോ ഇനി ഇതെൻ്റെ ലാസ്റ്റ് ഗോളാണ് എന്ന ഫാൻസിൻ്റെ കൂടെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തേക്കാം, ഐ വിൽ ലീവ് വിത്ത് എ ഗുഡ് മെമ്മറി എന്നാണോ എന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ലിവർപൂൾ ഇനി ഒരൊറ്റ കളിയും കൂടെ ജയിച്ചാൽ മതി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ചാമ്പ്യന്മാരാവാൻ. അടുത്ത കളി ലിവർപൂളിൻ്റെത് ടോട്ടൻഹാമുമായിട്ടാണ്. ആ കളി ആൻഫീൽഡ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ആ കളി ജയിക്കാൻ 100% ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതായത് ഏപ്രിൽ 27-ാം തീയതി മിക്കവാറും ഈ സീസണിൻ്റെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെ നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യുന്നത് ലിവർപൂൾ ചെൽസിയിലേക്കാണ്, സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്കാണ്. അവിടെ വെച്ചിട്ട് ചെൽസിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടതായിട്ട് വരും ഇഫ് ലിവർപൂൾ വിൻ ടോട്ടൻഹാം ഗെയിം. ആർസണലിൻ്റെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. സാലയ്ക്ക് ഇനി ഒരു ഗോളും കൂടെ മതി ആക്ച്വലി. അതായത് ഓൾ ടൈം ടോപ്പ് 5 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്കോറിംഗ് ഷീറ്റിലേക്ക് ഇടം കണ്ടെത്താൻ. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെർജിയോ അഗ്വേറോയും മുഹമ്മദ് സാലയും ഒരേ ഗോൾ സ്കോർ ചെയ്തിട്ടാണ് ആ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. 184 ഗോൾസ്. സെർജിയോ അഗ്വേറോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് മാൻ സിറ്റിക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. ഇനി ഒരു ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സെർജിയോ അഗ്വേറോയും താണ്ടി ടോപ്പ് 5ലേക്ക് ഇടം കണ്ടെത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് മുഹമ്മദ് സാല 2 വർഷത്തെ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത് ലിവർപൂളിന് വേണ്ടി. ഈ വരുന്ന 2 സീസണിലും ഈ സീസണിൻ്റെ കൂട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും ഒരു 20 ഗോൾ ആവറേജ് വെച്ച് അടിക്കുകയാണെങ്കിൽ പോലും ഒരു 40 ഗോൾ അടിക്കാൻ പറ്റും. 200 ഗോളുകൾക്ക് മേളിൽ സാല റിട്ടയർ ആവുന്നതിന് മുമ്പ്, അതായത് ലിവർപൂളിൽ നിന്ന് വിരമിച്ച് പോകുന്നതിനുള്ളിൽ 200 ഗോൾ ടാലിയെങ്കിലും ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഹാരി കെയ്നിൻ്റെ റെക്കോർഡ് വരെ പൊട്ടിക്കാൻ സാധ്യത ഉണ്ട്. കഴിഞ്ഞ 2 കളികളിലായിട്ട് സാല ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ. എന്തായാലും ഈ സീസണിൽ ടോപ്പ് 5ൽ ഇടം കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മിക്കവാറും ടോട്ടൻഹാമിനിട്ടായിരിക്കും ആ പൊട്ടിയിൽ. ഇനി നമുക്ക് ആർസണലിൻ്റെ ഗെയിമിലേക്ക് വരാം. ആർസണൽ ഇപ്സ്വിച്ച് ടൗണിനെ 4-0 തോൽപ്പിച്ചത്. റിയൽ മാഡ്രിഡുമായിട്ട് ജയിച്ച ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഗെയിമിൽ റിയൽ മാഡ്രിഡുമായിട്ട് കളിപ്പിച്ച ടീമേ അല്ല കളിപ്പിച്ച, ഒരുപാട് റൊട്ടേഷൻസ് വരുത്തിയായിരുന്നു. മെറീനോനെ നേരെ മിഡിലേക്ക് തന്നെ കൊണ്ടുവന്നു, പുള്ളിയുടെ നാച്ചുറൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ലൂയിസ് കെല്ലിയെ കളിപ്പിച്ചില്ല, അതിന് പകരം സിൻചെങ്കോ. പാർട്ടെ കളിക്കുന്നില്ലായിരുന്നു, പാർട്ടയ്ക്ക് പകരമാണ് മെറീനോ വന്നത്. മെറീനോയ്ക്ക് പകരം ട്രൊസാർഡിനെ സെൻട്രലിൽ ഇടുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസ്. പക്ഷേ ഒരു സ്ട്രോങ് ടീം തന്നെയാണ് ഇറക്കിയത്. സാക്ക ഉണ്ടായിരുന്നു, ഡെക്ലാൻ റൈസ് ഉണ്ടായിരുന്നു, മാർട്ടിനെല്ലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് ടീം തന്നെയാണ് ഇറക്കിയത്. കിവിയോർ അണ്ടർ റേറ്റഡ് സ്റ്റാർ
വളരെ കംഫർട്ടബിളായിട്ട് 4-0 ജയിക്കുന്നു. അതിൽ 2 ഗോൾ ട്രൊസാർഡ് അടിക്കുന്നു, ഒരെണ്ണം മാർട്ടിനെലി, ബ്യൂട്ടിഫുൾ അസിസ്റ്റ് ഫ്രം മെറീനോ. ലാസ്റ്റ് ഗോള് ഈത്തൻ വെന്നിയറി, അതൊരു ഡിഫ്ലക്റ്റഡ് ഗോളായിരുന്നു. പക്ഷേ എന്നാൽ പോലും 4-0 എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് തോൽപ്പിക്കുന്നു. സാക്കയെ അതിനിടയ്ക്ക് വെച്ചിട്ട് ഈ ഗെയിമിൽ വളരെ ഒരു ഡേഞ്ചറസ് ടാക്കിൾ ഓൺ സാക്കേനെ ടാക്കിൾ ചെയ്തിട്ട് ആ ആൾക്ക് റെഡ് കാർഡ് കിട്ടുന്നു. റെഡ് കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മാച്ചിൽ മാത്രമല്ല വേറെ 2 മാച്ചുകൾ, അതായത് ടോട്ടൽ 3 റെഡ് കാർഡാണ് മാച്ച് വീക്ക് 33 ഉണ്ടായിരുന്നത്. സാക്കേനെ ഫൗൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു സാക്ക ഇങ്ങനെ താഴെ വീണ് കാണുന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഷിറ്റ്, ഇഞ്ചേർഡ് ആയോ? പക്ഷേ നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല. സാക്ക ഈസ് നോട്ട് ഇഞ്ചേർഡ് ഓൺ എ ലോങ് ടേം. ആ ഒരു ഇഞ്ചുറി വന്നതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നല്ലാതെ സാക്ക ഈസ് ഫൈൻ. സാക്ക ഷുഡ് ബി അവൈലബിൾ ഫോർ നെക്സ്റ്റ് ഗെയിം. എല്ലാ ഗെയിമിലും PSG ആയിട്ടുള്ള എല്ലാ ഗെയിമിലും അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ വന്ന ഒരു ചോദ്യമാണ് സാക്കയെ കളിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ. പക്ഷെ അത് നോക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം നോക്കണം. നിങ്ങൾ ഇന്നത്തെ ഗെയിമല്ല, ഇന്നലത്തെ ഗെയിം ഒന്ന് നോക്കിയേ. അതായത് ടോപ്പ് 5 ഗെയിം എല്ലാവരും ഭയങ്കര ശക്തിയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ 2ാം സ്ഥാനം വിട്ടൊരു കളി നമുക്ക് പറ്റത്തില്ല. നമുക്കിപ്പോഴും ടോപ്പ് 4 എന്ന് പറയുന്നത് ഇപ്പോഴും ഗ്യാരൻറ്റീഡ് ഒന്നുമല്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാക്കയെ കളിപ്പിച്ചതിലോ അല്ലെങ്കിൽ ഡെക്ലൻ റൈസിനെ കളിപ്പിച്ചതിലോ, ഡെക്ലൻ റൈസ് ഇല്ലാതെ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഈ സാക്കയെ കളിപ്പിച്ചതിൽ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. നമ്മൾ സ്ട്രോങ് ടീമിനെ തന്നെ ഇടണം. നമുക്ക് എപ്പോൾ ടോപ്പ് 4 എന്ന സാധനം ഗ്യാരൻറ്റീഡ് ആവുന്നവരേക്കും നമ്മൾ സ്ട്രോങ് ടീമിനെ തന്നെ ഇറക്കണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല സാക്കിനെ 90 മിനിറ്റ്സ് അങ്ങ് കളിപ്പിച്ച് അങ്ങ് നശിപ്പിക്കണം. നോ, ഒരിക്കലും അല്ല. 1-2 ഗോൾ വന്നതിന് ശേഷം സാക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം PSG ഗെയിം എത്തുന്നവരേക്കും ചുമ്മാ സാക്കിനെ റെസ്റ്റ് എടുപ്പിച്ചുകൊണ്ടും കാര്യമില്ലല്ലോ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ടോപ്പ് 4 ഗ്യാരൻറ്റി ആവുന്നത് വരേക്കും. നമ്മൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലാണ്, അങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു ആഘോഷത്തിൽ കല്ലിവല്ലി പ്രീമിയർ ലീഗ് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗിൽ പോലും ഉണ്ടാവത്തില്ല. ഇന്നത്തെ കളി നമ്മൾ തോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ന്യൂ കാസിലും ആർസണലും തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് വെറും 4 പോയിൻ്റ് ഡിഫറൻസ് വരത്തുള്ളൂ. ഓക്കെ, ഇമാജിൻ നാളത്തെ കളി നോട്ടിംഗ്ഹാം ജയിക്കുവാണെന്ന്. അങ്ങനെയാണെങ്കിൽ വെറും 3 പോയിൻ്റ് ഡിഫറൻസേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ആർസണലുമായിട്ട് വരത്തുള്ളൂ. അതേസമയം ഇപ്പോഴാണെങ്കിലോ 6 പോയിൻറ്റ്സ്, ഒരു ഹെൽത്തി ഗ്യാപ്പ് വന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്താണ് ചാമ്പ്യൻസ് ലീഗ് ഉണ്ടല്ലോ, നമ്മൾ സ്ട്രോങ് ടീമിലെ ഇറക്കണ്ട, കുറച്ച് പ്ലെയറിനെ റെസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. ടോപ്പ് 4 ഇപ്പോഴും ഗ്യാരൻറ്റീഡ് അല്ല. ഐ നോ, ഇത്രയും നന്നായിട്ട് സീസൺ ഫുള്ള് കളിച്ചിട്ടും സീസൺ അവസാനിക്കാൻ വെറും 5 ഗെയിം ബാക്കിയുള്ളപ്പോൾ പോലും ടോപ്പ് 4 ഗ്യാരൻറ്റീഡ് അല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് എന്തോരം കോമ്പറ്റീറ്റീവ് ആണ് എന്ന് ഇറ്റ് ഷോസ്. ആ ക്വാളിറ്റി ഓഫ് ദ ലീഗ് ഇറ്റ് ഷോസ്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബേസിക്കലി ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പുതുമുഖം വന്നിട്ടുണ്ട്. പുതുമുഖം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമുഖം ആണെന്നും പറയാം, അല്ലെന്നും പറയാം. ഇതിനു മുമ്പും നമ്മൾ ആർസണൽ ഫാൻസ് കണ്ടിട്ടുണ്ട്. നെയ്തൻ ബട്ട്ലർ ഇതിനു മുമ്പ് ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറച്ചും കൂടെ മിനിറ്റ്സ് കിട്ടി കളിക്കാൻ നെയ്തൻ ബട്ട്ലറിന്. നെയ്തൻ ബട്ട്ലർ സ്ട്രൈക്കർ പൊസിഷനാണ്. അണ്ടർ 21 ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സീസണിൽ 7 മാച്ചിൽ നിന്ന് 6 ഗോളും 5 അസിസ്റ്റുമാണ് നെയ്തനുള്ളത് അണ്ടർ 21. സോ യങ് അപ്കമിങ് ഇങ്ങനെയൊക്കെയാണ് ഈത്തൻ വെന്നിയറിയും മൈൽസ് ലൂയിസ് കെല്ലിയും ഒക്കെ വന്നിട്ടുള്ളത്. സോ യങ് ആൻഡ് അപ്കമിങ് അനദർ സ്ട്രൈക്കർ. ഒരു ഷോട്ട് എടുത്തായിരുന്നു, ഇറ്റ് വാസ് സേവ്ഡ്. സോ പ്രോമിസിങ് ആണ്. ലെറ്റ്സ് സീ എങ്ങനെയാണ് ആ പ്ലെയർ ഡെവലപ്പ് ആവുന്നത് എന്നൊക്കെ. ഐ വിഷ് ഹിം ഓൾ ദ സക്സസ് ആൻഡ് ലക്ക്. ബാക്കി മത്സരങ്ങളൊക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം റിസൾട്ട്. ഇതൊക്കെയായിരുന്നു റെസ്റ്റ് ഓഫ് ദ ഗെയിംസ്.